കേരള ചരിത്രം. അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697. അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697. അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണം കുരുമുളകിന്റെ വ്യാപാരത്തുക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത്. അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണം കുരുമുളകിന്റെ വ്യാപാരത്തുക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല അഞ്ചുതെങ്ങ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല അഞ്ചുതെങ്ങ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ആറ്റിങ്ങൽ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്തെ വേണാട് രാജാവ് ആദിത്യവർമ്മ. ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്തെ വേണാട് രാജാവ് ആദിത്യവർമ്മ. ആറ്റിങ്ങൽ കലാപാനന്തരം ഒപ്പുവെച്ച ഉടമ്പടി വേണാട് ഉടമ്പടി 1723. വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് 1723. മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും. മാർത്താണ്ഡവർമ്മ, അലക്സാണ്ടർ ഓം. 1924 മാർച്ച് 30 പുലയ, ഈഴവ, നായർ സമുദായാംഗങ്ങളായ കുഞ്ഞാപ്പി, ബാഹുലയൻ, ഗോവിന്ദ പണിക്കർ എന്നീ 3 യുവാക്കളിലൂടെ ആരംഭിച്ച സമരം വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാക്കൾ ടി.കെ. മാധവൻ, കെ. കേളപ്പൻ, സി.വി. കുഞ്ഞിരാമൻ, കെ.പി. കേശവമേനോൻ. വൈക്കം മഹാദേവ ക്ഷേത്രം കേന്ദ്രീകരിച്ചാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. വൈക്കം സത്യാഗ്രഹത്തിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നടന്ന ജാഥ സവർണ ജാഥ. സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. അയിത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം കാക്കിനട 1923. പ്രമേയം പാസാക്കാൻ മുൻകൈയെടുത്തത് ടി.കെ. മാധവൻ. പ്രമേയം പാസാക്കാൻ മുൻകൈയെടുത്തത് ടി.കെ. മാധവൻ. പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ രാജാവ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങൾ പഴശ്ശി വിപ്ലവങ്ങൾ. പഴശ്ശി രാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഹരിചന്ദ്ര പെരുമാൾ. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം 1793 മുതൽ 1797 വരെ. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം 1800 മുതൽ 1805 വരെ. ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശി രാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗം കുറിച്യർ. പഴശ്ശി രാജാവിനെ സഹായിച്ച കുറിച്യരുടെ നേതാവ് തലക്കൽ ചന്തു. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശി രാജാവിൻ്റെ കേന്ദ്രമായിരുന്ന മല പുരളിമല. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശി രാജാവിൻ്റെ കേന്ദ്രമായിരുന്ന മല പുരളിമല. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈനാധിപൻ കേണൽ ആർത്തർ വെല്ലസി. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈനാധിപൻ കേണൽ ആർത്തർ വെല്ലസി. പഴശ്ശി രാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ആർത്തർ വെല്ലസി നിയമിച്ച 1200 പോലീസുകാരടങ്ങിയ പ്രത്യേക സേന കോൽക്കാർ. പഴശ്ശി എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഹരിഹരൻ. ബ്രിട്ടീഷുകാർ വയനാട്ടിൽ മേധാവിത്വം ഉറപ്പിക്കുന്നതിനെതിരെ അവിടെയുള്ള ആദിവാസി വിഭാഗം നടത്തിയ ലഹള കുറിച്യർ ലഹള 1812. ബ്രിട്ടീഷുകാർ വയനാട്ടിൽ മേധാവിത്വം ഉറപ്പിക്കുന്നതിനെതിരെ അവിടെയുള്ള ആദിവാസി വിഭാഗം നടത്തിയ ലഹള കുറിച്യർ ലഹള 1812. കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പി. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം കുറിച്യർ ലഹള. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ. കേളപ്പൻ.
ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് K കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ. K കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് 1932 സെപ്റ്റംബർ 21. K കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് 1932 സെപ്റ്റംബർ 21. PSCയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം. PSCയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം. കേരളത്തിൽ സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായി കണക്കാക്കപ്പെടുന്നത് കേരള കേസരി. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായി കണക്കാക്കപ്പെടുന്നത് കേരള കേസരി. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് C കേശവൻ. 1935. കോഴഞ്ചേരി പ്രസംഗം C കേശവൻ 1935. തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരം. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് 1936 നവംബർ 12. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് 1936 നവംബർ 12. ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി. കയ്യൂരിലെ കർഷക സംഘങ്ങൾ ജന്മിത്വത്തിനെതിരെ നടത്തിയ സമരങ്ങൾ അറിയപ്പെടുന്നത് കയ്യൂർ സമരം. കയ്യൂർ സമരം നടന്ന വർഷം 1941. കയ്യൂർ സമരം നടന്ന വർഷം 1941. കയ്യൂർ സമരം നടന്ന ജില്ല കാസർഗോഡ്. കയ്യൂർ സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഹോസ്ദുർഗ്. 2016 75ാം വാർഷികം ആഘോഷിക്കുന്ന സമരം കയ്യൂർ സമരം. സ്വാതന്ത്ര്യ തിരുവിതാംകൂർ വാദത്തിനും അമേരിക്കൻ മോഡൽ ഭരണത്തിനുമെതിരെ തിരുവിതാംകൂറിൽ നടന്ന സമരം പുന്നപ്ര വയലാർ സമരം. സ്വാതന്ത്ര്യ തിരുവിതാംകൂർ വാദത്തിനും അമേരിക്കൻ മോഡൽ ഭരണത്തിനുമെതിരെ തിരുവിതാംകൂറിൽ നടന്ന സമരം പുന്നപ്ര വയലാർ സമരം. തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരം. തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരത്തിന് നേതൃത്വം നൽകിയത് K ശങ്കരനാരായണൻ തമ്പി, TV തോമസ്, പത്രോസ് സുഗതൻ. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം തിരുവിതാംകൂറിൽ നടപ്പാക്കിയ ദിവാൻ CP രാമസ്വാമി അയ്യർ. അമേരിക്കൻ മോഡൽ അറബിക് കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരം. അമേരിക്കൻ മോഡൽ അറബിക് കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരം. CP രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമം നടത്തിയ ബ്രാഹ്മണ യുവാവ് KCS മണി. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് K കേളപ്പൻ. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് K കേളപ്പൻ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് വേദിയായ സ്ഥലം പയ്യന്നൂർ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ K കേളപ്പനൊപ്പം പങ്കെടുത്തവർ 32. K കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മൊയ്യാരത്ത് ശങ്കരൻ. K കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മൊയ്യാരത്ത് ശങ്കരൻ. മലബാറിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിനോടനുബന്ധിച്ച് നടന്ന സംഭവം കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത് ഡോക്ടർ KB മേനോൻ. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത് ഡോക്ടർ KB മേനോൻ. കീഴരിയൂർ ബോംബ് സ്ഫോടനം നടന്ന ജില്ല കോഴിക്കോട്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് പ്രസിദ്ധീകരിച്ച മാസിക സ്വതന്ത്ര ഭാരതം.
മാഹി വിമോചന സമരം നടന്ന വർഷം 1948. മാഹി വിമോചന സമരം നടന്ന വർഷം 1948. മാഹി വിമോചന സമരത്തിൻ്റെ നേതാവ് I.K. കുമാരൻ മാസ്റ്റർ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് I.K. കുമാരൻ മാസ്റ്റർ. മാഹി വിമോചന സമരത്തിൻ്റെ നേതാവ് I.K. കുമാരൻ മാസ്റ്റർ. മാഹി വിമോചന സമരത്തിൽ പങ്കെടുത്ത സംഘടന മഹാജനസഭ. മാഹി വിമോചന സമരത്തിൽ പങ്കെടുത്ത സംഘടന മഹാജനസഭ.